ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമുക്ക് കല്യാൺ ജുവലേഴ്സിന്റെ Q4 റിസൾട്ട് നോക്കാം. Q4 റിസൾട്ട് അതുപോലെ തന്നെ ഫുൾ FY26 റിസൾട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനെ കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് FY27ലേക്ക് അവർ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അല്ല അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6% 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അവസാനം സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് ആദ്യം FY26 അല്ലെങ്കിൽ Q4 റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. അതിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് അവരുടെ സ്റ്റോർ കൗണ്ട് നോക്കാം. കല്യാൺ ഇപ്പോൾ ഏകദേശം 500 സ്റ്റോർ കൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ഷോറൂമിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 507 ഷോറൂം ഉണ്ട്. അത് കല്യാൺ പ്ലസ് കാൻഡിയർ, അത് അവരുടെ ഇന്റർനാഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബിസിനസ് അടക്കം എല്ലാ ടോട്ടൽ ഷോറൂമിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 507 ആയിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ മാത്രം അവർക്ക് ഏകദേശം 342 കല്യാൺ ഷോറൂംസും അതുപോലെ തന്നെ ഇന്റർനാഷണലി അവർക്ക് 41 കല്യാൺ ഷോറൂംസും ഉണ്ട്. ഇപ്പോൾ ഈ FY26 തീരുന്ന സമയത്ത് Q4 എൻഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ കാൻഡിയറിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 124